والله جعل لكم مما خلق ظلالا وجعل لكم من الجبال أكنانا وجعل لكم سرابيل تقيكم الحر وسرابيل تقيكم بأسكم كذلك يتم نعمته عليكم لعلكم تسلمون. താൻ സൃഷ്ടിച്ച വസ്തുക്കളാൽ അവൻ തണൽ വിരിച്ചു തന്നു, പർവ്വതങ്ങളിൽ അഭയസ്ഥാനങ്ങൾ ഉണ്ടാക്കി തന്നു, ഉഷ്ണത്തിൽ നിന്ന് രക്ഷിക്കുന്ന ചില വസ്ത്രങ്ങൾ പ്രദാനം ചെയ്തു, യുദ്ധവേളയിൽ സംരക്ഷണമേകുന്ന മറ്റു ചില വസ്ത്രങ്ങളും നൽകി. ഇவ்விധം അവന്റെ അനുഗ്രഹങ്ങൾ സമ്പൂർണമാക്കി തരുന്നു, നിങ്ങൾ അനുസരണമുള്ളവരായെങ്കിലോ. ഉഷ്ണത്തിൽ നിന്ന് രക്ഷിക്കുന്ന ചില വസ്തുക്കൾ പ്രദാനം ചെയ്തു എന്ന് ആയത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. തണുപ്പിൽ നിന്ന് രക്ഷിച്ചതിനെക്കുറിച്ച് പറയാതിരുന്നതിന് രണ്ട് കാരണമുണ്ടാകാം. ഒന്നുകിൽ ഉഷ്ണകാലത്ത് വസ്ത്രം ധരിക്കുന്നത് മനുഷ്യനാഗരികതയുടെ പൂർണ്ണതയെ കുറിക്കുന്നതിനാൽ അതേക്കുറിച്ച് പറഞ്ഞ ശേഷം അതിന്റെ പ്രാരംഭഘട്ടത്തെക്കുറിച്ച് പറയേണ്ടതില്ലാത്തതുകൊണ്ടാവാം. അല്ലെങ്കിൽ അങ്ങേയറ്റം അപകടകരമായ ഉഷ്ണക്കാറ്റ് അടിച്ചു വീശുന്ന നാട്ടിൽ ശീതകാല വസ്ത്രത്തേക്കാൾ ഉഷ്ണകാല വസ്ത്രത്തിന് പ്രാധാന്യമുള്ളതുകൊണ്ടാവാം. ഇത്തരം നാടുകളിൽ തലയും ചുമലും കാതും ശരീരം മുഴുവനും നല്ലവണ്ണം മൂടിക്കൊണ്ടല്ലാതെ പുറത്തിറങ്ങുന്നവരെ തീക്കാറ്റ് കരിച്ചുകളഞ്ഞേക്കും. ചില സന്ദർഭങ്ങളിൽ കണ്ണുകൾ മാത്രം ഒഴിവാക്കി മുഖം പോലും മുഴുവനായി മൂടിക്കെട്ടേണ്ടി വരാറുണ്ട്. യുദ്ധവേളകളിൽ സംരക്ഷണമേകുന്ന വസ്ത്രങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പടയങ്കിയാണ്. അനുഗ്രഹം സമ്പൂർണമാക്കി തരുന്നു എന്ന് പറഞ്ഞതിന്റെ താൽപര്യം ഇതാണ്: അല്ലാഹു ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മനുഷ്യന്റെ ആവശ്യങ്ങൾ സൂക്ഷ്മമായി കണക്കാക്കിയിരിക്കുന്നു. പിന്നീട് ഓരോ ആവശ്യങ്ങളും പൂർത്തീകരിക്കാനുള്ള വ്യവസ്ഥകൾ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. ഉദാഹരണമായി, ബാഹ്യമായ ആഘാതങ്ങളിൽ നിന്ന് മനുഷ്യ ശരീരം സംരക്ഷിക്കേണ്ട ആവശ്യം എടുത്തു നോക്കുക. അതിനുവേണ്ടി അല്ലാഹു എന്തെല്ലാം സംവിധാനങ്ങളാണ് ചെയ്തുവച്ചിരിക്കുന്നത്? അതിന്റെ വിശദാംശങ്ങൾ ഒരാൾ എഴുതാനിരിക്കുകയാണെങ്കിൽ ഒരു ഗ്രന്ഥം തന്നെ തയ്യാറാക്കേണ്ടി വരും. വസ്ത്രത്തിന്റെയും പാർപ്പിടത്തിന്റെയും കാര്യത്തിൽ അല്ലാഹുവിന്റെ അനുഗ്രഹമാണിത്. അതല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ കാര്യം എടുത്തു നോക്കുക. അതിനുവേണ്ടി ഏറ്റവും നിസ്സാരമായ ആവശ്യങ്ങൾ പോലും കണക്കിലെടുത്തുകൊണ്ട് കയ്യും കണക്കുമില്ലാതെ എത്ര മാർഗങ്ങളാണ് അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നത്. അതൊക്കെ തിട്ടപ്പെടുത്താൻ ഒരാൾ തുനിയുകയാണെങ്കിൽ ആഹാര വസ്തുക്കളുടെയും വർഗ്ഗങ്ങളുടെയും ലിസ്റ്റ് മാത്രം ഒരു വലിയ വോള്യമുണ്ടായിരിക്കും. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രം അല്ലാഹുവിന്റെ അനുഗ്രഹ സാക്ഷാത്കാരമാണിത്. ഇങ്ങനെ ജീവിതത്തിന്റെ ഓരോ വശങ്ങളും എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ രംഗങ്ങളിലും അല്ലാഹു അവന്റെ അനുഗ്രഹം നമുക്ക് സാക്ഷാത്കരിച്ചു തന്നതായി കാണാവുന്നതാണ്. فَإِن تَوَلَّوْا فَإِنَّمَا عَلَيْكَ الْبَلَاغُ الْمُبِينُ. ഇനി ഇവർ പുറംതിരിഞ്ഞു പോവുകയാണെങ്കിൽ പ്രവാചകരെ, സത്യസന്ദേശം സുവ്യക്തമായി എത്തിച്ചു കൊടുക്കുക എന്നതല്ലാതെ മറ്റൊരുത്തരവാദിത്വവും താങ്കൾക്കില്ല. يَعْرِفُونَ نِعْمَةَ اللَّهِ ثُمَّ يُنْكِرُونَهَا وَأَكْثَرُهُمُ الْكَافِرُونَ. ഇവർ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, എന്നിട്ടാണത് നിഷേധിച്ചു കളയുന്നത്. ഇവരിലധികം ആളുകളും സത്യം അംഗീകരിക്കാൻ സന്മനസ്സില്ലാത്തവരത്രേ. അനുഗ്രഹ നിഷേധം കൊണ്ടുദ്ദേശിക്കുന്നത് നാം മുമ്പ് പറഞ്ഞ ആ പ്രവർത്തന മാർഗമാണ്. ഈ അനുഗ്രഹങ്ങൾ തങ്ങൾക്ക് നൽകിയത് അല്ലാഹുവാണെന്ന വസ്തുത മക്കയിലെ കാഫിറുകൾ നിഷേധിച്ചിരുന്നില്ല. പക്ഷെ ഇതെല്ലാം അല്ലാഹു നൽകിയത് മഹാന്മാരുടെയും ദേവതകളുടെയും ഇടപെടൽ മൂലമാണെന്നായിരുന്നു അവരുടെ വിശ്വാസം. അതുകൊണ്ടായിരുന്നു ഈ അനുഗ്രഹങ്ങൾക്ക് അല്ലാഹുവിന് നന്ദി ചെയ്യുന്നതോടൊപ്പം അല്ലാഹുവിനുള്ളതിനേക്കാൾ കൂടുതലായി ഈ മധ്യവർത്തികൾക്ക് നന്ദി ചെയ്തിരുന്നത്. ഈ പ്രവർത്തനത്തെയാണ് അല്ലാഹു അനുഗ്രഹ നിഷേധമെന്നും നന്ദികേടെന്നും സത്യനിഷേധമെന്നുമൊക്കെ വിവരിച്ചിരിക്കുന്നത്. وَيَوْمَ نَبْعَثُ مِنْ كُلِّ أُمَّةٍ شَهِيدًا ثُمَّ لَا يُؤْذَنُ لِلَّذِينَ كَفَرُوا وَلَا هُمْ يُسْتَعْتَبُونَ. ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ എന്താണ് സംഭവിക്കുകയെന്ന് ഇവർക്ക് വല്ല ബോധവുമുണ്ടോ? അന്ന് സകല സമുദായങ്ങളിൽ നിന്നും നാം ഒരു സാക്ഷിയെ എഴുന്നേൽപ്പിക്കും. പിന്നീട്
സത്യനിഷേധികൾക്ക് ന്യായം പറയാൻ അവസരം ലഭിക്കുകയില്ല. അവരിൽ നിന്ന് പശ്ചാത്താപവും ക്ഷമാപണവും ഒന്നും തന്നെ ആവശ്യപ്പെടുന്നതുമല്ല. സകല സമുദായങ്ങളിൽ നിന്നും ഒരു സാക്ഷിയെ എഴുന്നേൽപ്പിക്കുമെന്നാണ് ആയത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്നുകിൽ ഈ സാക്ഷി അതത് ജനതയിലെ പ്രവാചകനായിരിക്കും, അല്ലെങ്കിൽ പ്രവാചകന് ശേഷം പ്രസ്തുത ജനതയെ തൗഹീദിലേക്ക് ക്ഷണിക്കുകയും ശിർക്കിനെക്കുറിച്ച് ബോധവാന്മാരാക്കുകയും അന്ത്യദിനത്തിലെ വിചാരണയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്ന വ്യക്തിയായിരിക്കും. താൻ സത്യത്തിന്റെ സന്ദേശം ഈ ജനങ്ങൾക്കെത്തിച്ചു കൊടുത്തിരുന്നുവെന്നും അതിനാൽ അവർ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളൊന്നും അജ്ഞത കൊണ്ടായിരുന്നില്ല, എല്ലാം വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടായിരുന്നുവെന്നും അന്ന് അദ്ദേഹം സാക്ഷി പറയും. സത്യനിഷേധികൾക്ക് ന്യായം പറയാൻ അവസരം ലഭിക്കുകയില്ല എന്നു പറഞ്ഞതിന്റെ ഉദ്ദേശം തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയില്ല എന്നല്ല, മറിച്ച് കുറ്റങ്ങൾ അനിഷേധ്യമായ തെളിവുകൾ കൊണ്ട് സ്ഥാപിക്കപ്പെടുന്നതിനാൽ നിരപരാധിത്വം വാദിക്കാൻ ഒരു പഴുതുമുണ്ടാവുകയില്ലെന്ന് മാത്രമാണ്. അവരിൽ നിന്ന് പശ്ചാത്താപവും ക്ഷമാപണവും ആവശ്യപ്പെടുന്നതല്ല എന്നു പറഞ്ഞതിന്റെ വിവക്ഷ ഇതാണ്: അവരോട് ആ സമയത്ത് തങ്ങളുടെ കഴിഞ്ഞുപോയ തെറ്റുകൾക്ക് രക്ഷിതാവിനോട് മാപ്പപേക്ഷിക്കാൻ ആവശ്യപ്പെടുകയില്ല. കാരണം അത് വിധി തീർപ്പിനുള്ള സമയമാണ്. മാപ്പ് ചോദിക്കാനുള്ള സമയം കഴിഞ്ഞുപോയിരിക്കുന്നു. പശ്ചാത്തപിക്കാനുള്ള സ്ഥലം ഇഹലോകമാണെന്നും പരലോകമല്ലെന്നും ഖുർആനും സുന്നത്തും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇഹലോകത്ത് തന്നെയും മരണത്തിന്റെ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതുവരെ മാത്രമേ അതിനവസരമുള്ളൂ. തന്റെ മരണം ആസന്നമായിരിക്കുന്നുവെന്ന് മനുഷ്യന് ഉറപ്പായി കഴിഞ്ഞാൽ ആ സമയത്ത് പശ്ചാത്താപം സ്വീകരിക്കപ്പെടുകയില്ല. മരണത്തിന്റെ അതിർത്തിയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി പ്രവർത്തിക്കാനുള്ള അവസരമില്ലാതാകുന്നു. പിന്നീട് രക്ഷാശിക്ഷകൾക്കുള്ള അവസരം മാത്രമാണ് ശേഷിക്കുന്നത്. وَإِذَا رَأَى الَّذِينَ ظَلَمُوا الْعَذَابَ فَلَا يُخَفَّفُ عَنْهُمْ وَلَا هُمْ يُنظَرُونَ. ധിക്കാരികളായ ജനം ഒരിക്കൽ ശിക്ഷ കണ്ടുകഴിഞ്ഞാൽ പിന്നെ അവർക്ക് യാതൊരിളവും ലഭിക്കുകയില്ല, ഒരു നിമിഷം പോലും അവധി കിട്ടുന്നതുമല്ല. وَإِذَا رَأَى الَّذِينَ أَشْرَكُوا شُرَكَاءَهُمْ قَالُوا رَبَّنَا هَؤُلَاءِ شُرَكَاؤُنَا الَّذِينَ كُنَّا نَدْعُو مِن دُونِكَ فَأَلْقَوْا إِلَيْهِمُ الْقَوْلَ إِنَّكُمْ لَكَاذِبُونَ. ഈ ലോകത്ത് അല്ലാഹുവിന് പങ്കാളികളെ കൽപ്പിച്ചിരുന്നവർ ആ പങ്കാളികളെ കാണുമ്പോൾ പറയും, നാഥാ, നിന്നെ വെടിഞ്ഞ് നിന്റെ പങ്കാളികളായി സങ്കൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നവർ ഇക്കൂട്ടരാകുന്നു. അപ്പോൾ പങ്കാളികൾ നിസ്സങ്കോചം അവരോട് പറയും, നിങ്ങൾ കള്ളം പറയുകയാകുന്നു. ഇതിനർത്ഥം മുശ്രിക്കുകൾ തങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനും വിഷമങ്ങൾ ദൂരീകരിക്കുന്നതിനും അവരോട് വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നുവെന്ന വസ്തുത അവർ നിഷേധിക്കുകയാണെന്നല്ല, മറിച്ച് അവർ ചെയ്തിരുന്ന ഈ പ്രവൃത്തികൾ തങ്ങളുടെ അറിവോടും അനുവാദത്തോടും തൃപ്തിയോടുകൂടിയും ഉത്തരവാദിത്വത്തിലുമായിരുന്നു എന്നതിനെയാണ് അവർ നിഷേധിക്കുന്നത്. അവർ പറയും, നിങ്ങൾ അല്ലാഹുവിനെ വിട്ട് ഞങ്ങളോട് പ്രാർത്ഥിക്കണമെന്ന് ഒരിക്കലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഇത്തരം പ്രവൃത്തികളെക്കുറിച്ച് ഞങ്ങൾ സംതൃപ്തരുമായിരുന്നില്ല. നിങ്ങൾ ഞങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നുവെന്ന വസ്തുത തന്നെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞങ്ങളെ വിളി കേൾക്കുന്നവരും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവരും വിഷമങ്ങൾ അകറ്റുന്നവരുമായി കൽപ്പിച്ചിരുന്നുവെങ്കിൽ അത് കളവ് മാത്രമാണ്. അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമേയുള്ളൂ. ഞങ്ങളുടെ മേൽ അതിന്റെ ഉത്തരവാദിത്വം വെച്ച് കെട്ടുന്നതെന്തിന്? وَأَلْقَوْا إِلَى اللَّهِ يَوْمَئِذٍ السَّلَمَ وَضَلَّ عَنْهُمْ مَا كَانُوا يَفْتَرُونَ. ഈ സന്ദർഭത്തിൽ ഇവരെല്ലാം അല്ലാഹുവിന്റെ സമക്ഷം തലകുനിക്കുകയും ഈ ലോകത്ത് അവർ കെട്ടിച്ചമച്ചിരുന്ന വ്യാജങ്ങളൊക്കെയും അവരിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും. ദുനിയാവിൽ ഏതെല്ലാം മധ്യവർത്തികളെയാണോ അവർ അവലംബിച്ചിരുന്നത്, അതെല്ലാം അന്നവർക്ക് നഷ്ടപ്പെടും. വിളി കേൾക്കുന്ന ആരെയും അന്നവിടെ കാണുകയില്ല. വിഷമം അനുഭവിക്കുന്നവർക്ക് വിഷമങ്ങൾ ദൂരീകരിക്കുന്നവരായി ആരെയും കിട്ടുകയില്ല. ഇവൻ എന്നെ മധ്യവർത്തിയായി സ്വീകരിച്ചവനാണ്, ഇവനോടൊന്നും ചോദിക്കേണ്ട എന്ന് മുന്നോട്ട് വന്നു പറയാനും ആരുമുണ്ടാവുകയില്ല. ഇതെല്ലാം തികച്ചും തെറ്റും മിഥ്യയുമായിരുന്നുവെന്ന് അന്ന് സ്ഥിരപ്പെടുമെന്ന് സാരം. الذين كفروا
وصدوا عن سبيل الله زدناهم عذابا فوق العذاب بما كانوا يفسدون. സത്യനിഷേധത്തിന്റെ വഴി സ്വയം തിരഞ്ഞെടുക്കുകയും മറ്റുള്ളവരെ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയുകയും ചെയ്യുന്ന ഈ ലോകത്ത് സൃഷ്ടിച്ചുകൊണ്ടിരുന്ന നാശത്തിന്റെ ഫലമായി അവർക്ക് നാം ശിക്ഷയ്ക്കു മീതെ ശിക്ഷ കൊടുക്കുന്നതാകുന്നു. സ്വയം സത്യനിഷേധം സ്വീകരിച്ചതിനാണ് ഒരു ശിക്ഷ. മറ്റൊരു ശിക്ഷ മറ്റുള്ളവരെ ദൈവിക മാർഗത്തിൽ നിന്ന് തെറ്റിച്ചതിനും. وَيَوْمَ نَبْعَثُ فِي كُلِّ أُمَّةٍ شَهِيدًا عَلَيْهِمْ مِنْ أَنفُسِهِمْ وَجِئْنَا بِكَ شَهِيدًا عَلَى هَؤُلَاءِ وَنَزَّلْنَا عَلَيْكَ الْكِتَابَ تِبْيَانًا لِكُلِّ شَيْءٍ وَهُدًى وَرَحْمَةً وَبُشْرَى لِلْمُسْلِمِينَ. പ്രവാചകരെ, ജനത്തെ ആ നാളിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുക. അന്ന് ഓരോ സമുദായത്തിനും എതിരായി മൊഴി നൽകുന്ന സാക്ഷിയെ ആ സമുദായത്തിൽ നിന്ന് തന്നെ നാം എഴുന്നേൽപ്പിക്കും. ഈ സമുദായത്തിനെതിരിൽ സാക്ഷിയാകുവാൻ താങ്കളെയും കൊണ്ടുവരും. നാം താങ്കൾക്ക് ഈ വേദം അവതരിപ്പിച്ചു തന്നത് ഇപ്പറഞ്ഞ സാക്ഷി നിർവഹണത്തിനുള്ള തയ്യാറെടുപ്പാകുന്നു. അത് സകല സംഗതികളും കണിശമായി വിവരിച്ചു തരുന്നതാണ്. അല്ലാഹുവിനോട് അനുസരണമുള്ളവർക്ക് അത് സന്മാർഗദർശകവും അനുഗ്രഹദായകവും സുവിശേഷവുമാകുന്നു. മാർഗദർശനത്തിനും മാർഗഭ്രംശത്തിനും വിജയത്തിനും പരാജയത്തിനും നിദാനമായതും സത്യാസത്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം വ്യതിരിക്തമായി തെളിയിച്ചു കാണിക്കുന്നതുമായ വേദഗ്രന്ഥം എന്നർത്ഥം. മാർഗദർശനം ലഭിക്കാൻ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമായ ഗ്രന്ഥം എന്ന അർത്ഥവും ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. സകല സംഗതികളും കണിശമായി വിവരിച്ചു തരുന്നത് എന്ന അർത്ഥത്തിലുള്ള ആയത്തുകൾക്ക് ഖുർആനിൽ എല്ലാം വിവരിച്ചിരിക്കുന്നു എന്ന് ചില ആളുകൾ തെറ്റായി അർത്ഥം മനസ്സിലാക്കിയിരിക്കുന്നു. പിന്നീട് അവർ അതിനെ ന്യായീകരിക്കുന്നതിനു വേണ്ടി ശാസ്ത്രകലകളുമായി ബന്ധപ്പെട്ട അത്ഭുതകരമായ പല കാര്യങ്ങളും ഖുർആനിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള ശ്രമം ആരംഭിക്കുന്നു. ആർ ഈ ഗ്രന്ഥം അംഗീകരിക്കുകയും അനുസരണത്തിന്റെ മാർഗം സ്വീകരിക്കുകയും ചെയ്യുന്നുവോ അവർക്കത് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ശരിയായ മാർഗദർശനം നൽകുന്നു. അതിനെ പിൻപറ്റുന്നതുമൂലം അവർക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹം ലഭിക്കുന്നു. മാത്രമല്ല, വിചാരണ ദിവസത്തിൽ അല്ലാഹുവിന്റെ കോടതിയിൽ നിന്ന് അവർ വിജയികളായി പുറത്തുവരുമെന്ന് അതവർക്ക് സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുന്നു. ഇതിന് വിപരീതമായി ആരതിനെ നിരാകരിക്കുന്നുവോ അവർക്ക് മാർഗദർശനവും അല്ലാഹുവിന്റെ അനുഗ്രഹവും നിഷേധിക്കപ്പെടും. മാത്രമല്ല, അന്ത്യദിനത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്കെതിരിൽ സാക്ഷി പറയാൻ നിൽക്കുകയാണെങ്കിൽ ഈ പ്രമാണം അവർക്കെതിരിലുള്ള ശക്തമായ ഒരു തെളിവുകൂടിയായിരിക്കും. കാരണം സത്യവും അസത്യവും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമായി തുറന്നു കാണിച്ചിട്ടുള്ള ഈ ഗ്രന്ഥം അവർക്കെത്തിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് അന്ന് പ്രവാചകൻ മൊഴി നൽകുന്നതാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗ്യി യഅിദുകും ലഅല്ലകും തദക്കറൂൻ. നിശ്ചയം അല്ലാഹു നീതിയും നന്മയും പ്രവർത്തിക്കാനും കുടുംബബന്ധങ്ങൾ പുലർത്താനും അനുശാസിക്കുന്നു. മ്ലേച്ഛതയും അധർമ്മവും അക്രമവും വിരോധിക്കുന്നു. നിങ്ങൾ ഉത്ബുദ്ധരാകാൻ അവൻ ഉപദേശിക്കുകയാണിത്. മുഴുവൻ മനുഷ്യ സമൂഹത്തിന്റെയും ആരോഗ്യകരമായ നിലനിൽപ്പിന് അനിവാര്യമായ 3 കാര്യമാണ് സംക്ഷിപ്തമായി ഈ വരികളിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം നീതിയാണ്. 2 വ്യത്യസ്ത കാര്യങ്ങൾ കൂടിച്ചേർന്നതാണ് നീതി. 1. ജനങ്ങൾക്കിടയിൽ അവകാശങ്ങളിൽ സന്തുലിതത്വവും യോജിപ്പുമുണ്ടായിരിക്കുക. 2. ഓരോരുത്തരുടെയും അവകാശങ്ങൾ ശരിയായ വിധത്തിൽ നൽകപ്പെടുക. സാധാരണ ഇതിനെ നീതി എന്ന് വിളിക്കുന്നു. പക്ഷെ ഈ പദം പലപ്പോഴും തെറ്റിദ്ധാരണകൾ ഉളവാക്കാറുണ്ട്. 2 ആളുകൾക്കിടയിൽ അവകാശങ്ങൾ പകുതിയും പകുതിയുമായി വീതിക്കുക എന്ന ഭാവനയാണ് അത് ഉണ്ടാക്കാറുള്ളത്. ഇതിൽ നിന്ന് പിന്നീട് അവകാശങ്ങൾ തുല്യമായി ഭാഗിക്കുകയാണ് നീതി എന്നും ധരിക്കപ്പെട്ടു. ഇതാവട്ടെ പ്രകൃതിക്ക് തന്നെ തികച്ചും വിരുദ്ധമാണ്. വാസ്തവത്തിൽ തുല്യതയല്ല, സന്തുലിതത്വവും അനുയോജ്യതയുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
പൗരാവകാശം പോലുള്ള ചില കാര്യങ്ങളിൽ ഓരോ പൗരനുമുള്ള തുല്യ അവകാശം തന്നെയാണ് നീതി എന്നതിൽ സംശയമില്ല. എന്നാൽ മറ്റു ചില സന്ദർഭങ്ങളിൽ സമത്വം നീതിക്ക് തികച്ചും വിരുദ്ധമാകുന്നു. ഉദാഹരണമായി, മാതാപിതാക്കളും സന്താനങ്ങളും തമ്മിലുള്ള സാമൂഹികവും ധാർമ്മികവുമായ സമത്വം. അതേപോലെ ഉന്നത നിലവാരത്തിലുള്ള സേവനങ്ങൾ നിർവഹിക്കുന്നവരും വളരെ താഴ്ന്ന നിലവാരത്തിലുള്ള സേവനങ്ങൾ നിർവഹിക്കുന്നവരും തമ്മിൽ പ്രതിഫലത്തിലുള്ള തുല്യത. ഇങ്ങനെ എല്ലാ അവകാശങ്ങളിലും തുല്യതയല്ല അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്, മറിച്ച് അവയിൽ സന്തുലിതത്വവും അനുയോജ്യതയും ഉണ്ടായിരിക്കണമെന്നാണ്. എല്ലാ വ്യക്തികൾക്കും അവരുടെ ധാർമ്മികവും സാമൂഹികവും സാമ്പത്തികവും നിയമപരവും രാഷ്ട്രീയവും നാഗരികവുമായ അവകാശങ്ങൾ പൂർണ്ണമായ വിശ്വാസ്യതയോടെ എത്തിച്ചു കൊടുക്കണമെന്നാണ് ഈ കൽപ്പനയുടെ താൽപര്യം. രണ്ടാമത്തെ കാര്യം ഇഹ്സാൻ അഥവാ നന്മയാണ്. നല്ല പെരുമാറ്റം, പരോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ, സഹകരണ സമ്പ്രദായങ്ങൾ, സൗഹൃദം, സൽസ്വഭാവം, വിട്ടുവീഴ്ച, പരസ്പര പരിഗണന, അർഹിക്കുന്നതിലേറെ കൊടുക്കുക, അവകാശത്തിൽ കുറച്ചു വാങ്ങുക, ഇതൊക്കെ നീതിക്ക് പുറമേയുള്ള ചില കാര്യങ്ങളാണ്. മാത്രമല്ല, സാമൂഹിക ജീവിതത്തിൽ നീതിയേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നതുമാണ്. നീതി സമൂഹത്തിന്റെ അടിസ്ഥാനമാണെങ്കിൽ അതിന്റെ ഭംഗിയും പൂർണ്ണതയുമാണ് ഇഹ്സാൻ. നീതി സമൂഹത്തിലെ മുള്ളും കയ്പും അകറ്റുന്നുവെങ്കിൽ ഇഹ്സാൻ സമൂഹത്തിൽ സന്തോഷവും മധുരവും പരത്തുന്നു. ഓരോ വ്യക്തിയും സദാ തന്റെ അവകാശങ്ങൾ എന്തെല്ലാമെന്ന് സൂക്ഷ്മമായി നോക്കി അവ നേടിയെടുക്കുകയും മറ്റുള്ളവരുടെ അവകാശങ്ങൾ എത്രയാണോ അത്രമാത്രം നൽകുകയും ചെയ്യുന്ന നിലപാടിൽ ഒരു സമൂഹത്തിനും വളരാൻ സാധ്യമല്ല. ഇങ്ങനെ വരിഞ്ഞുകെട്ടി മരവിപ്പിച്ച ഒരു സമൂഹത്തിൽ വടംവലികൾ ഉണ്ടാവുകയില്ല. എന്നാൽ സ്നേഹം, കൃതജ്ഞത, ഉയർന്ന മനോദാർഢ്യം, ത്യാഗം, ആത്മാർത്ഥത, സദ്വിചാരം തുടങ്ങിയ മൂല്യങ്ങളും അവിടെ കാണപ്പെടുകയില്ല. വാസ്തവത്തിൽ ഈ മൂല്യങ്ങളാണ് സമൂഹത്തിൽ ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാക്കുകയും സാമൂഹിക ചൈതന്യം നിലനിർത്തുകയും ചെയ്യുന്നത്. രക്തബന്ധുക്കളോടുള്ള പെരുമാറ്റത്തിൽ ഇഹ്സാനിന്റെ ഒരു പ്രത്യേക രൂപം നിർണയിക്കുന്ന കുടുംബ ബന്ധമാണ് ഈ ആയത്ത് കൽപ്പിക്കുന്ന മൂന്നാമത്തെ കാര്യം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ തന്റെ ബന്ധുക്കളോട് നല്ല നിലയിൽ പെരുമാറുക, അവരുടെ സന്തോഷത്തിലും സന്താപത്തിലും പങ്കാളിയാവുക, അനുവദനീയമായ പരിധികളിൽ നിന്നുകൊണ്ട് അവരെ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, മറിച്ച് കഴിവുള്ള ഓരോ വ്യക്തിയും തന്റെ ധനം തന്റെ സന്താനങ്ങളുടെ മാത്രം അവകാശമാണെന്ന് ധരിക്കാതെ മറ്റു ബന്ധുക്കൾക്കുകൂടി അവകാശപ്പെട്ടതാണെന്ന് അംഗീകരിക്കുന്നതും അതിൽപ്പെട്ടതാണ്. തന്റെ കുടുംബത്തിലുള്ള വ്യക്തികളെ പട്ടിണിക്കാരായി ഉപേക്ഷിക്കാതിരിക്കാൻ കഴിവുള്ള ഓരോ വ്യക്തിയെയും ദൈവിക ശരീഅത്ത് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ശരീഅത്തിന്റെ ദൃഷ്ടിയിൽ ഒരാൾ സുഖമായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ കുടുംബത്തിൽ സഹോദരങ്ങളും മറ്റും അത്യാവശ്യ ജീവിതോപാധികൾക്ക് പോലും ഗതിയില്ലാതിരിക്കുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ സാമൂഹിക ദുരവസ്ഥ വേറെയില്ല. കുടുംബത്തെ സമൂഹത്തിന്റെ ഒരു സുപ്രധാന ഘടകമായിട്ടാണ് അത് നിശ്ചയിച്ചിരിക്കുന്നത് എന്നല്ല, ഓരോ കുടുംബത്തിലെയും ദരിദ്രരായ വ്യക്തികളുടെ ബാധ്യതകൾ ഏറ്റെടുക്കേണ്ട ചുമതല ആദ്യമായി കുടുംബത്തിലെ കഴിവുള്ള വ്യക്തികളിൽ തന്നെയാണ് വന്നു ചേരുന്നത്. അതിനുശേഷമേ അത് മറ്റുള്ളവരിലേക്ക് നീങ്ങുന്നുള്ളൂ. അതേപോലെ ഓരോ കുടുംബത്തിലെയും കഴിവുള്ള വ്യക്തികളുടെ ചുമതല തന്റെ കുടുംബത്തിലെ കഴിവില്ലാത്ത വ്യക്തികളുടെ ബാധ്യതകൾ ഏറ്റെടുക്കലാണ്. അതിനുശേഷമേ മറ്റുള്ളവരുടെ ബാധ്യതകൾ ഏറ്റെടുക്കാൻ ചുമതലയുള്ളൂവെന്നും ഒരടിസ്ഥാനമെന്ന നിലയിൽ തന്നെ ഇസ്ലാം നിശ്ചയിച്ചിരിക്കുകയാണ്. നബി തിരുമേനി ധാരാളം ഉദ്ബോധനങ്ങളിലൂടെ വ്യക്തമായി വിവരിച്ച കാര്യമാണിത്. മനുഷ്യൻ ഏറ്റവും ആദ്യം ചുമതലപ്പെട്ടത് തന്റെ മാതാപിതാക്കളോടാണ്. തുടർന്ന് ഭാര്യാസന്താനങ്ങളോടും സഹോദരീ സഹോദരന്മാരോടുമാണ്. അതിനുശേഷം അവരോട് ഏറ്റവും അടുത്തവരോടും പിന്നീട് അവരോട് അടുത്തവരോടുമാണെന്ന് വിവിധ ഹദീസുകളിൽ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. ഇതേ അടിസ്ഥാനത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹു ഒരനാഥ ബാലനെ അവന്റെ പിതൃവ്യപുത്രൻ സംരക്ഷിക്കാൻ ചുമതലപ്പെട്ടവനാണെന്ന് നിർബന്ധിച്ചത്. മറ്റൊരു അനാഥ ബാലന്റെ കാര്യത്തിൽ അവന്റെ ഒരു ബന്ധുവെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവനെ സംരക്ഷിക്കേണ്ട ചുമതല നിർബന്ധപൂർവം അയാളിൽ അർപ്പിക്കുമായിരുന്നുവെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഒരു സമൂഹത്തിലെ എല്ലാ വ്യക്തികളും തങ്ങളുമായി ബന്ധപ്പെട്ടവരെ ഇത്തരത്തിൽ പരിരക്ഷിക്കുകയാണെന്ന് കരുതുക. എങ്കിലവിടെ സാമ്പത്തികമായി എന്തുമാത്രം അഭിവൃദ്ധിയും സാമൂഹികമായി എന്തുമാത്രം സൗഖ്യവും ധാർമ്മികമായി എന്തുമാത്രം പരിശുദ്ധിയും ഔന്നത്യവും ഉണ്ടാകുമെന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. മുകളിൽ പറഞ്ഞ 3 നന്മകൾക്കെതിരിൽ വ്യക്തി എന്ന നിലയ്ക്ക് വ്യക്തികളെയും സമൂഹം എന്ന നിലയ്ക്ക് സമൂഹത്തെയും നശിപ്പിച്ചു കളയുന്ന 3 തിന്മകളാണിവിടെ നിഷിദ്ധമാക്കിയിരിക്കുന്നത്. ഒന്നാമത്തേത് മ്ലേച്ഛത. എല്ലാ ദുർവൃത്തികളെയും ലജ്ജാവഹമായ കൃത്യങ്ങളെയും അത് ഉൾക്കൊള്ളുന്നു.
പിശുക്ക്, വ്യഭിചാരം, നഗ്നത, പ്രകൃതിവിരുദ്ധ വൃത്തികൾ, വിവാഹം നിഷിദ്ധമായവരെ വിവാഹം ചെയ്യൽ, മോഷണം, മദ്യപാനം, യാചന, ചീത്ത പറയൽ, ദുഷിച്ചു പറയൽ തുടങ്ങിയ ചീത്തയായ കാര്യങ്ങളെല്ലാം അതിൽപ്പെടുന്നുണ്ട്. അതേപോലെ ചീത്ത പ്രവൃത്തികൾ പരസ്യമായി ചെയ്യുന്നതും തിന്മകൾ പ്രചരിപ്പിക്കുന്നതും മ്ലേച്ഛത തന്നെ. കള്ളപ്രചാരവേലകൾ, തെറ്റായ ആരോപണങ്ങൾ, രഹസ്യമായ കുറ്റങ്ങൾ പരസ്യമാക്കുക, ദുർവൃത്തികൾക്ക് പ്രേരണ നൽകുന്ന നാടകങ്ങൾ, കഥകൾ, ചലച്ചിത്രങ്ങൾ, നഗ്നചിത്രങ്ങൾ മുതലായവ പ്രദർശിപ്പിക്കുക, സ്ത്രീകൾ അണിഞ്ഞൊരുങ്ങി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുക, പരസ്യമായി സ്ത്രീ പുരുഷന്മാർ ഇടകലർന്ന് ജീവിക്കുക, സ്റ്റേജിൽ സ്ത്രീകൾ നൃത്തം വയ്ക്കുക, അഭിനയങ്ങളും കോപ്രായങ്ങളും കാണിക്കുക എന്നിവ ഉദാഹരണങ്ങളാണ്. രണ്ടാമത്തെ കാര്യം മുൻകർ അഥവാ നിഷിദ്ധമാണ്. മനുഷ്യൻ പൊതുവെ ചീത്തയായി മനസ്സിലാക്കുകയും എപ്പോഴും ചീത്തയാണെന്ന് പറയുകയും ദൈവിക മതങ്ങളെല്ലാം നിഷിദ്ധമാക്കുകയും ചെയ്ത എല്ലാ ചീത്തക്കാര്യങ്ങളും ഇതിൽപ്പെടുന്നു. ബഗയ് അഥവാ അക്രമമാണ് മൂന്നാമത്തേത്. തന്റെ പരിധികൾ വിട്ടുകടക്കുകയും മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഹനിക്കുകയും ചെയ്യുകയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സ്രഷ്ടാവിന്റേതാകട്ടെ സൃഷ്ടികളുടേതാവട്ടെ.